ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 26 അവതരണം അപര. നെഞ്ചിലെ നീറ്റലൊന്നടങ്ങിയപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇതല്ലേ ഞാനും ആഗ്രഹിച്ചത്? കണ്ണെത്തും ദൂരത്ത്, കൈയെത്തും അകലെയും അവൻ വേണ്ടാന്ന്. പിന്നെ എന്തിനാണ് ഈ മനസ്സിങ്ങനെ പൊള്ളിപ്പിടയുന്നത്? ചിന്തകൾ കാടുകയറാൻ തുടങ്ങിയപ്പോഴാണ് ഐഷു വന്ന് വിളിച്ചത്. മെഹറു. മുഖത്തേക്കൊരു പുഞ്ചിരിയെ കൊണ്ടുവന്ന് ഞാൻ അവളെ നോക്കി. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം മെഹറു. എന്നോട് സംസാരിക്കാൻ നിനക്ക് എന്തിനായി മുഖവൂര് ഐഷു? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ നീ? നിനക്ക് അല്പം പോലും വിഷമം തോന്നില്ലേ റിച്ചുവിക്ക പോയതിൽ? എന്തിനാണ് ഞാൻ വിഷമിക്കേണ്ടത്? അതും കൂടി പറഞ്ഞതാ എനിക്കിനി. വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചങ്കപ്പെടേണ്ട വേദന ഉണ്ട് എനിക്ക്. ഒരു തരി പോലും എന്നെ മനസ്സിലാകാത്ത, വിശ്വസിക്കാത്ത ഒരാളെ ജീവന് തുല സ്നേഹിച്ച് പോയില്ലേ, അതോർത്ത് മാത്രം. മെഹറു, നീ റിച്ചുക്കാനെ പ്രാണം കൊടുത്ത് പ്രണയിക്കുന്നത് ഒഴിച്ചാൽ നിന്നെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും എന്ത് സാഹചര്യമായിരുന്നു നീ റിച്ചുക്കാക്ക് ഒരുക്കി കൊടുത്തത്? നീ എന്താ ഐഷു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല, എനിക്ക് അവൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. അതെ, അതാണ് നിങ്ങളുടെ രണ്ടാളുടെയും കുഴപ്പം. നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ താല്പര്യമില്ല. എന്നാലോ രണ്ടിനും പരസ്പരം കടലോളം സ്നേഹമുണ്ട് താനും. മെഹറു, ഒരു റിലേഷൻ നിലനിന്ന് പോകുന്നതിന് ആദ്യം വേണ്ടത് പരസ്പരമുള്ളൊരു നല്ല കമ്മ്യൂണിക്കേഷനാണ്. അതിലൂടെ മാത്രമേ വിശ്വാസവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടാവും. നിങ്ങൾക്കിടയിൽ ഓർമ്മ വെച്ചതിന് ശേഷം 1 മണിക്കൂർ നിങ്ങളുടെ കാര്യം പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രോപ്പറായ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നെങ്കിൽ പരസ്പരം ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കൊരാളോട് കണ്ട മാത്രമേ പ്രണയം തോന്നൂ. പേരും നാളും ഒന്നും അറിയാതെ നെഞ്ചു കൊണ്ട് നടക്കാം. തിരിച്ചുള്ളൊരു നോട്ടത്തിന് വേണ്ടി കാലങ്ങളോളം പിറകെ നടക്കാം. പക്ഷേ ആ റിലേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം ധാരണ ഉണ്ടായിരിക്കണം. അതിന് മനസ്സ് തുറന്ന് സംസാരിക്കണം. അല്ലാതെ കണ്ണിൽ നോക്കി കഥ പറയലൊക്കെ എല്ലാവരിലും വർക്കൗട്ട് ആകണമെന്നില്ല. നിങ്ങൾ ഒരു കുടുംബത്തിലുള്ളതാണ്, തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയോ? നിന്റെ സംസാരം കേട്ടാൽ കുറ്റം മുഴുവൻ ചെയ്തത് ഞാനാണെന്ന് തോന്നുമല്ലോ ഐഷു. എൻ്റെ കാഴ്ചപ്പാടിൽ അവനോളം തെറ്റ് നീയും ചെയ്തിട്ടുണ്ട് മെഹറു. കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. അറിഞ്ഞോ അറിയാതെയോ ആ സമയത്ത് സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായിരുന്നു, സത്യമല്ലേ? ഒരിക്കലെങ്കിലും അതൊന്നും ചെയ്തത് നീ അല്ല എന്ന് തെളിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാനെന്തിനു തെളിയിക്കണം? അവന് വേണമെങ്കിൽ അവൻ കണ്ടുപിടിക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്നെങ്കിലും കാലം തെളിയിക്കട്ടെ. ആരെങ്കിലും കഷ്ടപ്പെടാതെ ഒരു തെറ്റും കാലം തെളിയിച്ചിട്ടില്ല മെഹറു. നീ അല്ല തെറ്റുകാരി എന്ന് പറയാൻ നിൻ്റെ ഈഗോ സമ്മതിച്ചില്ല. പിന്നെ റിച്ചുവിക്ക കണ്ടുപിടിക്കണം എന്നുള്ളതിൽ എന്ത് ന്യായമാണുള്ളത്? നീ എന്തെങ്കിലും പണി കൊടുക്കുന്ന കാര്യം പറയും, അന്ന് തന്നെ റിച്ചുവിക്കാക്ക് പണി കിട്ടുകയും ചെയ്യും. സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ കുറ്റക്കാരി ആവുകയും ചെയ്യും. നീ അല്ല അത് ചെയ്തത് എന്ന് പറയാത്തിടത്തോളം കാലം നിന്നെ എങ്ങനെ വിശ്വസിക്കണം മെഹറു? നീ തന്നെ പറയും. അതിലും നീ ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട്. നീ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് നിന്നെ റിച്ചുവിനെ എതിരാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഞാൻ പറഞ്ഞത്. ആര് ചെയ്യാൻ? എന്നെ അവനെയും പിരിച്ചിട്ട് ആർക്കെന്ത് ലാഭം കിട്ടാൻ ഐഷു? അതൊന്നും എനിക്കറിയില്ല മെഹറു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ നടന്ന കാര്യങ്ങളൊന്നും മനസ്സിരുത്തി ചിന്തിച്ചാൽ ഇതിനെല്ലാം പിറകിൽ ആരോ ശക്തമായി കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. എൻ്റെ സംശയം ആ ശബാനയാണെന്നാണ്. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ ഐഷു? അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇതിനെല്ലാം കാരണം അവൻ മാത്രമാണ്. എന്നാൽ കണക്കായിപ്പോയി. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിച്ചു. നീ എന്തർത്ഥത്തിലാണ് റിച്ചുക്ക തെറ്റുകാരനാണെന്ന് പറയുന്നത്? ആ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ മാത്രമേ പ്രതികരിക്കൂ. അവളുടെ ഒരു സർപ്രൈസ് ഒരിക്കൽ, അതും പോരാഞ്ഞിട്ട് അവളുടെ കുറേ മനുഷ്യരെ മനസ്സിലാവാത്ത ഡയലോഗും. എടീ, പറയുമ്പോൾ വ്യക്തമായി പറയണം. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അത് കണ്ട് വിളറി വെളുത്ത് നിൽക്കുന്ന റിച്ചുക്കാൻ്റെ മുഖം എനിക്ക് കാണണം എന്നാണ് നീ പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിന് പകരം അവളുടെ എവിടെയില്ലാത്തൊരു ഡയലോഗ്, ജീവിതത്തിൽ മറക്കാത്തൊരു സർപ്രൈസ് പോലും. പിന്നെ എന്ത് വേണമായിരുന്നു അയക്ക? സാഹചര്യം മൊത്തം നിനക്ക് എതിരാക്കി നീ തന്നെ വെച്ചിട്ട് അവളെ വിശ്വാസമില്ല പോലും. അവൻ എന്താടി സന്യാസിയോ? കവട് നിർത്തി നീ ചെയ്യുന്നതെല്ലാത്തിനും കണ്ടുപിടിക്കാൻ? നിന്നെ മനസ്സിലാക്കിയില്ല എന്ന് നീ പറഞ്ഞല്ലോ. നിന്നെ മനസ്സിലാക്കിയെടുക്കാൻ മാത്രം എന്തേലും തേങ്ങ നീ പറഞ്ഞിട്ടുണ്ടോ അതിനോട്? അങ്ങനെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. നിങ്ങൾ തമ്മിൽ 1 മണിക്കൂർ സംസാരിച്ചു എന്ന് വെച്ച് അയാളുടെ ബുദ്ധിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. അതിന് പകരം അവളെ സംസാരിക്കാതെ മാറിക്കൊടുത്തിരിക്കുന്നു പരീക്ഷയിൽ റാങ്ക് വാങ്ങാൻ. നിൻ്റെ വായ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇക്ക റാങ്ക് വാങ്ങിക്കുന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന്? എങ്കിൽ ഇക്കാക്ക് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയാനെ. ഞാൻ നിന്നോട് വീണ്ടും പറയുക, ആഗ്രഹങ്ങളും മോഹങ്ങളും പരസ്പരം പറഞ്ഞ് അറിഞ്ഞു വേണം ഒരു ബന്ധം നിലനിർത്താൻ. അല്ലാതെ ഞാനൊന്നും
നിന്നെ ഞാൻ ജീവിതതുല്യം സ്നേഹിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ എന്ത് വേണമെന്ന് വിചാരിച്ച് നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നിനക്ക് അയക്കാനോട് ഇപ്പോഴും ആ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ച് സംസാരിക്കുക, ഒന്ന് താഴ്ന്നു കൊടുക്ക്. എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മെഹ്റു. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വേർപിരിയിൽ ഇനിയൊരു കൂടിച്ചേരലിൽ ചെന്നെത്താതെ പോകാം. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐശു. നിന്റെ കുഞ്ഞമ്മയുടെ കെട്ടിയോൻ പ്രസവിച്ച് 4 കുഞ്ഞുങ്ങൾ, പോളിപ്പുല്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറഞ്ഞ് ഐശു എഴുന്നേറ്റ് പോയി. എത്ര ശ്രമിച്ചിട്ടും തന്നോട് പറയാതെ റിച്ചു പോയത് മേഴ്സിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിടന്നിട്ട് ഉറക്കം വരാതെ ബാൽക്കണിയിൽ പോയി നിന്നപ്പോഴാണ് ഫോണിലേക്കൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നത്. ഒന്ന് സംശയിച്ച ശേഷം മേഴ്സി കോൾ എടുത്തു. ഒരു ഹലോ പോലും പറയാതെ നിശബ്ദമായി നിൽക്കുന്നത് കണ്ടപ്പോഴേ മേഴ്സിക്ക് അങ്ങേ തലക്കിലുള്ള ആളിനെ മനസ്സിലായി. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൻ്റെ കണ്ണുകളിൽ നീറ് വന്ന് നിറഞ്ഞു. കുറേ നേരത്തെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് റിച്ചു സംസാരിച്ചു തുടങ്ങി. നാളെ വൈകുന്നേരം 7 മണിക്ക് ഒരു ബാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എംടെക്ക് ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞ് നിർത്തി മേഴ്സിയുടെ മറുപടിക്കായി കാത്തു മിണ്ടാതെ നിന്നു. എന്നാൽ ഫോണും പിടിച്ച് മിണ്ടാതെ നിന്നതല്ലാതെ അവനൊന്നും പറഞ്ഞില്ല. വീണ്ടും നിശബ്ദതയെ മുറിച്ചുകൊണ്ട് റിച്ചു തന്നെ സംസാരിച്ചു തുടങ്ങി. നീ കൂടി ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. ട്രെയിൻ ബാംഗ്ലൂർ സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. നീ അതിലുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ. മേഴ്സിയുടെ മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് റിച്ചു തന്നെ കോള് കട്ട് ചെയ്തു. മനസ്സിനുള്ളിൽ ഒരു വടംവലി നടക്കുന്നത് മേഴ്സി അറിഞ്ഞു. എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ നിന്ന മേഴ്സി ആലോചിച്ച് നിന്ന ശേഷം മെഹ്റുവിൻ്റെ റൂമിലേക്ക് നടന്നു. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ അകത്ത് കയറിയിട്ടും അവൾ അറിഞ്ഞിട്ടില്ല. ഫോണിൽ തന്നെ നോക്കിക്കിടക്കുന്നു. മിഴികൾ നിറഞ്ഞൊഴുകുന്നു. പതിയെ ലൈറ്റിട്ടതും പെട്ടെന്ന് പ്രകാശം മുഖത്തേക്ക് പതിച്ചതും അവൾ ഞെട്ടിപ്പോയി. മുന്നിൽ നിൽക്കുന്ന എന്നെ കണ്ടതും അവൾ ഫോണ് വേഗം ബെഡ്ഷീറ്റിനുള്ളിലേക്ക് ഇട്ടു. നിറഞ്ഞ കണ്ണുകൾ എന്നിൽ നിന്ന് മറയ്ക്കാനാവും. ഇടയ്ക്ക് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് വാഷ്റൂമിലേക്ക് നടന്നത്. പതി അവളുടെ ഫോൺ എടുത്തപ്പോഴേക്കും സ്ക്രീൻ ലോക്കായിരുന്നു. ജിന്നിൻ്റെ പെണ്ണ് എന്ന് ടൈപ്പ് ചെയ്തതും അൺലോക്കായ സ്ക്രീനിലേക്ക് റിച്ചുവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. പ്രതീക്ഷിച്ചതായിരുന്നെങ്കിലും അത് കാണുമ്പോൾ എന്തിനെന്നറിയാതൊരു വേദന വന്നെന്നറിയുന്നു. ആ നിമിഷം എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനിയും ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഇവർക്കിടയിൽ അകലം വന്നേക്കാം. വാഷ്റൂമിൽ നിന്ന് വന്ന മെഹ്റുവിനോട് ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇക്ക പോകണം. നിങ്ങളുടെ സൗഹൃദത്തിൽ വിള്ളൽ വീഴാൻ ഞാനൊരു കാരണമാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകണം മോളെ. അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ തെറ്റിദ്ധാരണ മാറ്റണം. സമയം കടന്നു പോകും തോറും ചിലപ്പോൾ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതിനു വേണ്ടിയാണെങ്കിൽ മേഴ്സി പോകണ്ട. ഇതുവരെ ഉണ്ടായ തെറ്റിദ്ധാരണകളൊന്നും ആരും പറഞ്ഞ് ശരിയാക്കണ്ട. അവൻ്റെ ഉള്ളിലെ തെറ്റുകളെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ എന്തൊക്കെയാണ് മോളെ പറയുന്നേ? പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തെ പുറത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്നതാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഇങ്ങനെ 2 കോണിലിരുന്ന് ഉരുകിത്തീരുന്നതിനേക്കാൾ ഒന്ന് പറഞ്ഞു തീർത്തൂടെ രണ്ടാൾക്കും? വീണ്ടും പരീക്ഷിച്ച് തോൽക്കാൻ എനിക്ക് വയ്യ മേഴ്സി. നിങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ ഒരു വാക്കായി പോലും ഞാൻ കടന്നു വരില്ല എന്നെനിക്ക് വാക്ക് തന്നിട്ട് നീ പോകാവൂ. നിങ്ങൾ പോയി ബാംഗ്ലൂർ അടിച്ചു പൊളിക്കും. അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കരടായി ഇനി മെഹ്റു വേണ്ട. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നീയല്ലേ മെഹ്റു? അതെങ്ങനെയാണ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത്? മേഴ്സി പോയി ഉറങ്ങിക്കോ. നാളെ പോകേണ്ടതല്ലേ? എനിക്ക് ഉറക്കം വരുന്നു. സംസാരം അവസാനിപ്പിക്കാൻ വേണ്ടി മെഹ്റു അങ്ങനെ പറഞ്ഞു. രാവിലെ ബാംഗ്ലൂർ പോണ കാര്യം പറഞ്ഞിട്ടും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല. അവരത് പ്രതീക്ഷിച്ചിരുന്ന പോലെ എപ്പോഴോ പോകുന്നേ എന്ന് മാത്രം ചോദിച്ചു. ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി തറവാട്ടിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങും മുന്നേ മെഹ്റുവിൻ്റെ റൂമിലെത്തി. എന്നെ കണ്ടത് മോടി വന്ന് കെട്ടിപ്പിടിച്ച് അവൾ കരയാൻ തുടങ്ങി. എൻ്റെ മിഴികളും നിറഞ്ഞു. ഓർമ്മ വെച്ചത് പിന്നെ അവളെ പിരിഞ്ഞു നിന്നിട്ടില്ല. അവളുടെ കരച്ചിൽ കണ്ടതും എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന തോന്നൽ വന്നു. ഞാൻ കൂടി പോയാൽ ഈ വിഷമാവസ്ഥ അവൾ എങ്ങനെ താങ്ങുമെന്നോർത്തതും പോകണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. അത് മനസ്സിലാക്കിയ വണ്ണം അവൾ പറഞ്ഞു, ഞാൻ ഓക്കെയാണ് മേഴ്സി, സന്തോഷത്തോടെ പോയിട്ട് വാ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തന്ന വാക്ക് മറക്കരുത്. അവൾ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തം നൽകി തിരിഞ്ഞപ്പോഴാണ് വാതിലിൽ നിറ കണ്ണുമായി നിൽക്കുന്ന ഉമ്മാനെയും ഉപ്പാനെയും കാണുന്നത്. അവരോടും യാത്ര പറഞ്ഞിറങ്ങി. ട്രെയിൻ ബാംഗ്ലൂർ സ്റ്റേഷനിൽ എത്താനായതും ലഗേജ് റെഡിയാക്കി മുന്നോട്ട് നടന്നു. 6-7 കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് ട്രെയിൻ സ്ലോ ചെയ്യുന്നത് തുടങ്ങിയതും പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഇറങ്ങി മുന്നോട്ട് നടന്നു. അവിടെ കിടന്ന് കറങ്ങുന്ന റിച്ചുവിനെ കണ്ടതും ഞാൻ പതിയെ ഒളിഞ്ഞു നിന്ന് അവനെ വീക്ഷിച്ചു. ട്രെയിനിൽ നിന്നിറങ്ങിയ ആളുകളിൽ എന്നെ കാണാത്തത് കൊണ്ടാവാം അവൻ ഫോൺ എടുത്ത് എന്നെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഫോൺ റിങ് ചെയ്തതും ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. കുറേ പ്രാവശ്യം ഇത് തന്നെ തുടർന്നപ്പോൾ അവൻ നിരാശയോടെ പുറത്തേക്കിറങ്ങി. ഞാനും അവൻ കാണാതെ അവൻ്റെ പുറകെ നടന്നു. പാർക്കിങ്ങിൽ പോയി കാർ എടുത്തതും ഞാൻ ഓടിപ്പോയി കോ ഡ്രൈവർ സീറ്റിൽ കയറി. വലിയ ഞെട്ടലൊന്നും ഇല്ലാതിരിക്കുന്ന അവനെ കണ്ടതും ഞാൻ ചോദിച്ചു, ഡാ റിച്ചു, നീ എന്താ ഞെട്ടാത്തെ?
ഡാ പൊട്ടാ മേഫി, നീ ആ തൂണിൻ്റെ മറവിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കിയതാ. പൂടാ മാറി എന്ന് പറഞ്ഞുകൊണ്ട് മേഫി റിച്ചുവിനെ അടിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. രണ്ടും അവസാനം കെട്ടിപ്പിടിച്ച് കരച്ചിലായി. രണ്ടാൾക്കുള്ള പരിഭവം പറയുന്നതിനിടയിൽ സംസാരം നിർത്തി. ഇനി ഒരു വരി പോലും പറയണമെങ്കിൽ അവളുടെ പേരില്ലാതെ പറ്റില്ല എന്നായി. മേഫി എന്തേലും പറയുമെന്ന പ്രതീക്ഷയോടെ റിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അന്ന് മാത്രമല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ പോലും അവരുടെ സംസാരത്തിൽ മെഹ്റു കടന്നു വന്നില്ല. അലനിക്കയും അവരും ഒരു ഫ്ലാറ്റിലാണ്. ഇക്ക കമ്പനി ആവശ്യമായി എപ്പോഴും ബിസിയാവും. പഠിക്കാൻ ഒത്തിരി അധികം ഉള്ളതുകൊണ്ട് റിച്ചുവും മേഫിക്കും ഒരു ദിവസം 24 മണിക്കൂർ തികയാതെയായി. ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൻ്റെ തിരക്കിൽ അവരും അലിഞ്ഞു ചേർന്നു. മെഹ്റുവിൻ്റെ ഒക്കെ സെക്കൻഡ് ഇയർ അവസാനിക്കാനായപ്പോഴാണ് അവരുടെ തന്നെ ഒരു സൂപ്പർ സീനിയർ ഐഷുവിനെ പ്രപ്പോസ് ചെയ്തത്. ആദ്യം തന്നെ അവളത് നിഷ്കരണം തള്ളിയെങ്കിലും അവൻ വിടാതെ അവളെ പിന്തുടർന്നു. അന്ന് ക്യാൻറ്റീനിലിരുന്നപ്പോൾ റോഹു റിയാസിൻ്റെ വിഷയം എടുത്തിട്ടു. ഡേ ഐഷു, എനിക്കറിയാവുന്നിടത്തോളം കാലം നിയാസിക്ക നല്ലൊരു പയ്യനാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? എന്നാലേ എനിക്ക് ആലോചിക്കാൻ സൗകര്യമില്ല. അത്രയ്ക്ക് നല്ല പയ്യനാണെങ്കിൽ നിൻ്റെ വീട്ടിലൊരു പൂതന നിൽക്കുന്നുണ്ടല്ലോ, അവൾക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക. നിനക്കെന്തിനാ ഐഷു ഷബാനയോട് ഇത്ര ദേഷ്യം? അവളിതിലെന്ത് ചെയ്തു? പിന്നെ നിയാസിക്ക പ്രപ്പോസ് ചെയ്തത് നിന്നല്ലേ, അവളല്ലല്ലോ. നിനക്കിഷ്ടമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യ്. എന്നാലേ എനിക്കിഷ്ടമല്ല ആ കിയാശിക്കാൻ. അതെന്താടി ഐഷു നിനക്കിഷ്ടമല്ലാത്തേ? എനിക്ക് വേറെ ആളിഷ്ടമാണ്. ആണോ? ആരാടി ഐഷു അത്രയ്ക്ക് ഗതി കിട്ടുവൻ എന്ന് റോഹു ചോദിച്ചു. ഐഷുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാനും അജുവും ഇതെവിടെ വരെ പോകുമെന്നോർത്ത് മിണ്ടാതിരുന്നു. എന്നാലേ നീ അറിഞ്ഞോ റോഹു, ആ ഗതി കെട്ടവൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി പുറത്തേക്ക് നടന്നു. കേട്ടത് വിശ്വസിക്കാനാവാത്ത പോലെ റോഹു അന്തം വിട്ടിരുന്നു.